ഒരു തുണി ഊരി കാണിച്ചു കൊടുക്കുക എന്ന് പറയാണ് അതൊരിക്കലും പോസിബിൾ അല്ല. രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു. അത് ഓപ്പൺ ടൈപ്പ് മാക്സികളാണ്. കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം, ഊരാനും സുഖം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തുള്ളത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ. ഹലോ, ജാസി താത്ത എക്സ്പ്ലനേഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറേ നാൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. കാരണം മിണ്ടാനൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും മിണ്ടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏതോ ഓൺലൈൻ മീഡിയ കണ്ടപ്പോൾ താത്ത സംസാരിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഒരു തുണി ഊരി കാണിച്ചു കൊടുക്കുക എന്ന് പറയാണ് അതൊരിക്കലും പോസിബിൾ അല്ല. രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു. അത് ഓപ്പൺ ടൈപ്പ് മാക്സികളാണ്. കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം, ഊരാനും സുഖം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തുള്ളത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ ബട്ടൺസ് ഊരി കാണിക്കുന്നതും പൊക്കി കാണിക്കുന്നതും എന്താണേലും കാണിച്ചു എന്ന് തന്നെയല്ലേ ആൾക്കാർ പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നും അല്ലല്ലോ. ഈ ബട്ടൺസ് ഊരി കാണിച്ചാലും മറ്റത് ഊരി കാണിച്ചാലും രണ്ടും സെയിം തന്നെയാണ്. ഊരി കാണിച്ചു അത്രേ ഉള്ളൂ. പിന്നെ അതിനെ ന്യായീകരിക്കല്ലേ അമ്മച്ചി? ഞാൻ കാണിച്ചു കൊടുത്തു. കാരണം എന്നോട് പറഞ്ഞു ജാസി സർജറി ചെയ്തിട്ടില്ല എന്നാണ് റെനയിൽ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പൊ ജാസി എന്ത് സർജറിയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറഞ്ഞു ഞങ്ങൾ പുറത്താണ് നിൽക്കുന്നത്, കുഴപ്പമില്ല, ഞങ്ങൾ വാട്സപ്പിലാണ് സംസാരിച്ചത്, വാട്സപ്പ് കോളാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ പുറത്താണെന്ന് ഹെലൻ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ നിർത്തുക, അത് നിർത്തത്തില്ല. നീ വീഡിയോ കോൾ ഓൺ ചെയ്യണ്ട, ഞാൻ ഓൺ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തേക്കുന്നു. ഈ എണ്ണത്തിന് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരുടെ ചിലവിലാണോ ജീവിക്കുന്നത്? അല്ല, ആൾക്കാരെ തുണി ഊരി കാണിച്ച് ബോധിപ്പിക്കണം എന്നുള്ള അത്രയ്ക്ക് നിർബന്ധം പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവരുടെയൊക്കെ ചിലവിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ചില ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, പറയുന്ന ആൾക്കാർ പറയട്ടെ, എന്നെ അതൊന്നും ബാധിക്കത്തില്ല. പിന്നെ എന്തിനാണാവോ ഊരിക്കാണിക്കാൻ ഇത്ര തിടുക്കം? ഞാൻ പറഞ്ഞു ഓക്കെ, ഇന്ന് നീ വീഡിയോ ഓൺ ആക്കണ്ട, ഇന്ന് കാണാലോ, ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എന്റെ 2 ബട്ടൺസ് തുറന്നിട്ടാണ് ഞാൻ പൊന്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ. പിന്നെ കുറെ നിങ്ങൾ എങ്ങനെ കാണിച്ചു കൊടുത്താലും ഒരു പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെ കാണിച്ചു കൊടുക്കാന്ന് പറയുന്നത് അത് തെറ്റ് തന്നെയാണ്. ആ പെങ്കൊച്ച് നിങ്ങളോട് വന്നിട്ട് പറഞ്ഞായിരുന്നോ ചേച്ചി എനിക്ക് കാണിച്ചു താന്ന്? ഇല്ലല്ലോ. നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തതാണ്. അവള് താല്പര്യം ഇല്ലാതിരിക്കുന്ന ഒരു പെണ്ണിനെ, അവള് പുറത്താണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പെങ്കൊച്ചിനെ വിളിച്ചിട്ട് നീ ഓണാക്കണ്ട, ഞാൻ ഓണാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ച് ഊരി കാണിച്ചു കൊടുത്തത് എന്തിൻ്റെ പേരിലാണെങ്കിലും ന്യായീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. ജാസി മറ്റേ പുറത്തൊക്കെ പോയ ട്രെയിനിൽ ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ജാസി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു, ജാസി താഴോട്ട് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കുറെ ആൾക്കാർ പറഞ്ഞു പരത്തിയത്. അപ്പൊ അത് തെറ്റിദ്ധാരണയാണ്. ഇവിടെ ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ചെസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത് കാണിച്ചു കൊടുത്താൽ നിങ്ങൾ ഡൗണിലാണ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ അതും തുറന്ന് കാണിച്ചു കൊടുത്തേനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ കാണിച്ചു കൊടുത്തത് തന്നെ സർജറി ചെയ്ത ഭാഗത്ത് വിത്ത് സ്റ്റിച്ച് അടക്കമാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പൊ എന്നോട് ആ കുട്ടി പറയുകയും ചെയ്തു, ഓക്കെ എന്തായാലും നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ, നന്നായിട്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ശരിക്കും എന്നിട്ടാണോ അമ്മച്ചി കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞത് ഭർത്താവിനെ പോലും കാണിക്കാൻ മടിയുള്ള പെങ്കൊച്ചിന് ഞാനിത് കാണിച്ചു കൊടുത്തു എന്ന്? അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതൊരു പ്രശ്നത്തിലോട്ട് എത്തിച്ചത്? നിങ്ങൾ തുടങ്ങി വെച്ചതുകൊണ്ടല്ലേ അവളത് അവളുടെ ഭാഗം പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ സർജറി ഞാൻ ചെയ്തത് റെനയിലാണ്. പിന്നെ വിവാദം ആയതുണ്ടായിരുന്നു റെനയില് ജാസി സർജറി ചെയ്തിട്ടില്ല, ജാസി വേറെ എന്തോ ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെനയിൽ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെറ്റിദ്ധാരണ. ഞാൻ സർജറി ചെയ്തത് റെനെ മെഡിസിറ്റി തന്നെയാണ്. നിങ്ങൾ സർജറി ചെയ്തു സമ്മതിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്ത് സർജറിയാണ് എന്ന് പറയാൻ എന്തിനാ ഇത്ര മടി? എന്ത് സർജറിയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവായിരുന്നോ? ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ ബെഡിൽ കിടന്ന് ഒരു തരം അഭിനയം ഉണ്ടായിരുന്നല്ലോ, ഒരു ഓസ്കാർ അവാർഡ് കിട്ടേണ്ട ഒരു അഭിനയം. അതാണ് എല്ലാം കൂടെ പൊളിച്ചടുക്കി കൈ തന്നത്. നിങ്ങൾ അവിടെ കിടന്ന് അഭിനയിച്ചപ്പോൾ നിങ്ങൾ മറന്നു പോയത്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് ഒരു കാര്യമാണ് റെനെ മെഡിസിറ്റി എന്നുള്ള ആ ബെഡിലുള്ള പേര്. അത്
നിങ്ങൾ മറന്നു, പക്ഷെ കാണേണ്ട ആൾക്കാരത് കണ്ടു, അതെടുത്ത് റിയാക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് സർജറിയാണ് ചെയ്തത്. അപ്പോഴും നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് പറയാൻ പറ്റാതെ അല്ലെങ്കിൽ പറയാതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് കിട്ടത്തില്ല. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എത്ര നാൾ ഓടാൻ പറ്റുമോ അത്ര നാൾ ഓടണമായിരുന്നു. പക്ഷേ ദൈവം എന്ന് പറഞ്ഞ ഒരാളുള്ളത് കൊണ്ട് ആ ഓട്ടക്കം അങ്ങ് പോയി വെച്ചാൽ കയ്യിൽ നിന്ന് പോയി, അത്രേ ഉള്ളൂ. വളരെ നല്ല സർജറി ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ സർജറിയിൽ. പിന്നെ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനത്തെ സർജറി അവിടെ ഇല്ല, അല്ലെങ്കിൽ റെനയിൽ ഡൗൺ സർജറി ഇപ്പോൾ ചെയ്യുന്നില്ല. റെനയിൽ ഡൗൺ സർജറി ഇപ്പൊ താൽക്കാലികമായിട്ട് ചെയ്യുന്നില്ല. കാരണം റെനയിൽ ഡൗൺ സർജറി ഉണ്ടായിരുന്നു. കാരണം റെനയിൽ ബ്രെഡ് സർജറിയും ഡൗൺ സർജറിയും ചെയ്ത ഒരുപാട് ട്രാൻസ്പേഴ്സിനെ എനിക്കറിയാം. ശരിയാണ്, അവിടെ 2 സർജറി ഉണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഡൗൺ സർജറി അവിടെ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചത്. അത് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി കാരണം ആ ഹോസ്പിറ്റലിന് പോലും ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. ഡൈനയാണ് ചില ആൾക്കാരൊക്കെ ഡൗണും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ താൽക്കാലികമായിട്ട് അനന്യയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു വിഷയത്തിന്റെ പേരിലാണ് ഇപ്പൊ താൽക്കാലികമായിട്ട് അവിടെ ഡൗൺ സർജറി നിർത്തി വെച്ചിരിക്കുന്നത്. ഭാവിയിൽ വീണ്ടും ഡൗൺ സർജറി അവിടെ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് ഇപ്പൊ ഞാനൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഇന്ന സർജറി ആണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ ഇപ്പൊ ചില ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ശരീരഭാഗം കാണിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നിങ്ങൾ കാണിച്ചു തരണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റ്. എനിക്ക് ഇന്ന സർജറിയാണ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് തരും. നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് പബ്ലിക്കിലോട്ട് ഇട്. ഇതാണ് ആൾക്കാരെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ചെയ്യാൻ നിങ്ങൾക്ക് വൈ അതാണ് ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല? പിന്നെ തുറന്ന് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഹെലനെ കാണിച്ചു കൊടുത്തേ? ജാസി പണ്ടാണായിരുന്നല്ലോ, ഇപ്പൊ ഇതായിട്ട് ഇങ്ങനെ ഒരു പെണ്ണുങ്ങൾക്ക് കാണിച്ചത് എന്ത് മണ്ടത്തിലാന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മള് ഒരിക്കലും നമുക്ക് പെൺകുട്ടിയുടെ ഒരു തോന്നൽ ഒരു സെക്കൻഡ് പോലും ഒരു തോന്നൽ വരില്ല. നമ്മൾ അവരെ പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് നമ്മുടെ ശരീരം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാതെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തെണ്ടിത്തരം തന്നെയാണ്. എന്തൊക്കെ അതിനെ വന്ന് ന്യായീകരിച്ചു കഴിഞ്ഞാലും അതിനെ സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. പെൺകുട്ടിക്ക് നമ്മളെ ശരീരഭാഗം കാണിച്ചു കൊടുത്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവരോട് ഒരു ഫീലിങ്സും വരാൻ പോകുന്നില്ല. ഇത് ഫീലിങ്സിൻ്റെയും കോപ്പിൻ്റെയും ഒന്നും പ്രശ്നമല്ല ഇവിടെ പറയുന്നത്. കാണാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് എന്തിനാണ് നിങ്ങൾ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. എനിക്കത് കാര്യം താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് എന്നെക്കുറിച്ച് നിങ്ങൾ വന്നിട്ട് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, എനിക്ക് കാണാൻ താല്പര്യമില്ല, എനിക്ക് സംസാരിക്കണം താല്പര്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ. ഇത് ആ കുട്ടിക്ക് താല്പര്യമില്ല, പിന്നെ നിങ്ങൾക്ക് കാണിച്ചേ പറ്റൂ എന്നുള്ളൊരിത് എന്തിന്? എന്തായാലും ഫീലിങ്സ് എന്താണെന്നുള്ളത് ഹെലൻ കിട്ടി ബോധിച്ച് നിറഞ്ഞ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, എന്നാൽ ഇനിയിപ്പം ഇതിനുള്ളത് എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അവൾ വന്ന് തരും. അപ്പം അമ്മച്ചി മേടിച്ചു വെച്ചോ. ശരി എന്നാൽ.